Hi everyone, welcome back to Wisdom Academy classes. So നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ് കേട്ടോ, വിച്ച് ഇസ് ട്രയാങ്കിൾസ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ചാപ്റ്റർ ആണ്. ആക്ച്വലി ഒരു എക്സസൈസേ ഉള്ളൂ. ഒരു എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും കാര്യങ്ങളും മാത്രമാണ്. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾസിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നന്നായി പഠിക്കേണ്ടത് തന്നെയുണ്ട്. അതേമാതിരി തന്നെ ഒരു തിയറം ഉണ്ട്, ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം ഓർ തെയിൽസ് തിയറം. അപ്പോൾ അതൊക്കെ കുറച്ച് നന്നായി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ വേറെ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് വേറെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ എന്തായാലും വരില്ല. ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് ട്രയാങ്കിൾസിൽ ചോദിക്കുള്ളൂ. ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയറം പ്രൂഫ് അടക്കം പഠിക്കുക, പ്ലസ് ആഡ് ഓൺ ആയിട്ട് ഏതെങ്കിലും അത് അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ. അങ്ങനെയാണ് ജനറൽ ഫോർമാറ്റ്. BPT പ്രൂവ് ചെയ്യുക, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് BPT, അതിന് ആപ്ലിക്കേഷൻ ആയിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതേവരെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്തിട്ടുള്ള. അതേമാതിരി തന്നെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ട്രയാങ്കിൾസിൽ നിന്ന് MCQ ആയാലും ഒക്കെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു എക്സസൈസ് ഉണ്ട്, എക്സസൈസ് നന്നായി പഠിക്കുക, പിന്നെ കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അത്രേ വേണ്ടുള്ളൂ ഈ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു 3 സൈഡും 3 ആംഗിളും ഉള്ള ഒരു പോളിഗൺ, ഒരു ക്ലോസ്ഡ് പോളിഗണിനെയാണ് നമ്മൾ ട്രൈആംഗിൾ എന്ന് പറഞ്ഞാൽ 3 ആംഗിൾ. അപ്പോൾ 3 sides polygon, a closed polygon which has 3 sides and 3 angles is known as the triangle. ഇനി നമ്മൾ 9th ഓൾറെഡി ട്രയാങ്കിൾസിന്റെ കോൺഗ്രുവൻസി പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് ട്രിപ്ലസ് ക്രൈറ്റീരിയ, SAS, ASA, AAS എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിമിലർലി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ട്രയാങ്കിൾസിന്റെ സിമിലാരിറ്റി ആണ്. അപ്പൊ എന്താണ് ഈ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ക്ലോസ്ഡ് പോളിഗൺസ് സിമിലർ ആണ് എപ്പോഴാണ് പറയുക? അതിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ്, ഇഫ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ദീസ് 2 polygons ആർ ഈക്വൽ. രണ്ട് പോളിഗൺസിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആവുകയും അതേമാതിരി തന്നെ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ അല്ല ആവേണ്ടത്, കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. നമ്മൾ കോൺഗ്രുവൻസിയിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സൈഡ്സ് ഈക്വൽ ആവുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ സൈഡ് അല്ല ഈക്വൽ ആവേണ്ടത്, സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ, കറസ്പോണ്ടിങ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ആണ് എന്താവേണ്ടത്? ഈക്വൽ ആവേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 2 polygon of same number of sides രണ്ടിനും സെയിം ആയിരിക്കണം. അപ്പൊ 3 സൈഡുള്ള ഒരു പോളിഗൺ ആണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ വേറെ 3 സൈഡുള്ള പോളിഗണുമായിട്ടാണ് നിങ്ങൾ സിമിലാരിറ്റി എടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ആർ സിമിലർ ഇഫ് ദ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കണം. അതേമാതിരി തന്നെ കറസ്പോണ്ടിങ് സൈഡ്സ് എന്തായിരിക്കണം? സെയിം റേഷ്യോയിലായിരിക്കണം. സപ്പോസ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാണ് 2 ട്രയാങ്കിൾസ്, ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ PQR. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ എന്നുള്ള സിംബോളിക് നൊട്ടേഷൻ ആണ് ഇങ്ങനെ. ഓക്കെ, ജസ്റ്റ് ഒരു സൈനസോയിഡൽ വേവിന്റെ നൊട്ടേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് സിമിലാരിറ്റി. ഇതിന്റെ താഴെ 2 ഈക്വൽ ടു സൈൻ ഇടുമ്പോഴാണ് കോൺഗ്രുവൻസി ആവുന്നത് കേട്ടോ. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ എന്താണ്? സിമിലർ എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ എന്താണ്? ട്രയാങ്കിൾ ABC is ട്രയാങ്കിൾ PQR എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റുന്നത്? ഇഫ് ആംഗിൾ A is equal to ആംഗിൾ P. കറക്റ്റ് ആണ് അല്ലെ? ആംഗിൾ എയും ആംഗിൾ P എന്താണ്? തുല്യമാണ്. ആംഗിൾ B is equal to ആംഗിൾ Q. കറക്റ്റ് ആണ്. നെക്സ്റ്റ് ആംഗിൾ C is equal to എന്താണ്? ആംഗിൾ R ആണ്. ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഇപ്പൊ എന്താന്ന് കിട്ടി? ഈക്വൽ ആണ് കിട്ടി. സിമിലർലി കറസ്പോണ്ടിങ് സൈഡ്സിന്റെ പ്രൊപ്പോർഷൻ നമുക്ക് നോക്കി നോക്കാം. AB by PQ ആണ് കേട്ടോ. AB by PQ is 3 divided by 6, that is 1/2. ഓക്കെ, അപ്പൊ AB by PQ റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് 1/2 അത് കിട്ടി. നെക്സ്റ്റ് BC by QR എടുത്ത് നോക്കി നോക്കാം. BC by QR is again 4 divided by it is equal to 1/2, and AC by PR is equal to 5 divided by 10, it is again 1/2. അതായത് AB by PQ എടുത്തപ്പോഴും BC by QR എടുത്തപ്പോഴും AC by PR എടുത്തപ്പോഴും we got the ratio as 1/2 itself. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണെന്ന് എഴുതാനായിട്ട് പറ്റും. ഈ ഒരു കാര്യം മാത്രം നമുക്ക് ഇവിടെ അറിഞ്ഞിരുന്നാൽ മതി, സിമിലാരിറ്റിയും കോൺഗ്രുവൻസിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, അപ്പൊ അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സൈഡ്സ് റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയർ ആണ് ബേസിക് പ്രപ്പോർഷണാലിറ്റി തിയർ. മസ്റ്റ് ആയിട്ട് പഠിക്കണം, പ്രൂഫ് അടക്കം പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അത് നോക്കാം.
So next we are moving on to basic proportionality theorem, or which is known as Thales theorem. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നന്നായി തന്നെ പഠിച്ചു വെക്കണം. പ്രൂഫ് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് CBSEയിൽ. ഇപ്പോൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇഫ് എ ലൈൻ is drawn parallel to one side of a triangle, അതായത് ഒരു ലൈൻ നമ്മൾ എന്ത് ചെയ്യാണ്, വേറൊരു സൈഡിനോട് പാരലൽ ആക്കി വരയ്ക്കുകയാണ് ഒരു ട്രയാങ്കിളിൻ്റെ കേസിൽ. ഇഫ് എ ലൈൻ is drawn parallel to one side of a triangle, ഇപ്പോൾ ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള ലൈൻ ഏതാണ്, DE ആണ്. കൺസിഡർ ചെയ്തിട്ടുള്ള സൈഡ് ഏതാണ്, BC ആണ്. സോ D is drawn parallel to BC to intersect the other two sides. അപ്പോൾ BCയുടെ കേസ് കഴിഞ്ഞു. ഇനിയുള്ള രണ്ട് സൈഡ് ഏതൊക്കെയാണ്, ABയും ACയും. ഈ രണ്ട് സൈഡിൽ ഈ DE എന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻസ് ആണ് Dയും Eയും. ഓക്കെ, അപ്പോൾ വിച്ച് ഇന്റർസെക്ട്സ് ദ അതർ ടു സൈഡ്സ് ഇൻ ദ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്, ഇൻ ടു ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ്. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ദ അതർ ടു സൈഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ദ സെയിം റേഷ്യോ. അതായത് ഈ രണ്ട് സൈഡ്സും ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്താണ്, സെയിം ആണ്. ദാറ്റ് ഈസ് എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത്, ദാറ്റ് ഈസ് D കാരണം ഉണ്ടാവുന്ന റേഷ്യോ, ദാറ്റ് ഈസ് AD ബൈ DBയും E കാരണം ഉണ്ടാവുന്ന റേഷ്യോ, ദാറ്റ് ഈസ് AE ബൈ ECയും എന്നാണ്, തുല്യമാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത്. സോ D കാരണം ഉണ്ടാവുന്ന രണ്ട് റേഷ്യോസ്, ദാറ്റ് ഈസ് AD ബൈ DB, E കാരണം ഉണ്ടാവുന്ന റേഷ്യോ, ദാറ്റ് ഈസ് AE ബൈ EC എന്താണെന്ന് പ്രൂവ് ചെയ്യണം, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് നമുക്ക് ആക്ച്വലി പ്രൂവ് ചെയ്യാനുള്ളത്. സോ വി ക്യാൻ റൈറ്റ് ടു പ്രൂവ് എന്താണ്, AD ബൈ DB ഇസ് ഈക്വൽ ടു AE ബൈ EC. ഓക്കെ, നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ 2023 ജസ്റ്റ് നമ്മളുടെ CBSE പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തിട്ട് വിത്ത് സൊല്യൂഷൻ എന്നും കൂടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സൊല്യൂഷൻ അല്ലെങ്കിൽ കീയുടെ ഒരു PDF കിട്ടും. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ സ്റ്റെപ്പിനും. അതായത് ഇപ്പം നിങ്ങൾ എഴുതുന്ന കൺസ്ട്രക്ഷന് ഒരു പെർട്ടിക്കുലർ മാർക്ക് ഉണ്ട്, പിന്നെ ഗിവൺ, പിന്നെ അതേമാതിരി ടു പ്രൂവ് എന്താണ്, അതേമാതിരി ഫിഗർ വരയ്ക്കുന്നതിന് ഒക്കെ ഓരോന്നിനും മാർക്ക് സ്പ്ലിറ്റ് അപ്പ് ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് സ്റ്റെപ്പ് എഴുതിയാലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്റ്റെപ്പാണ് നിങ്ങൾ എഴുതണ്ടേ എന്നുള്ളത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം പഠിക്കുക. അപ്പം നമുക്ക് CBSE പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ എഴുതുന്ന എല്ലാ സ്റ്റെപ്പിനും നിങ്ങൾക്ക് എന്ത് കിട്ടും, മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് മാത്സിൽ പ്രത്യേകിച്ച് പറയുന്നത് സ്റ്റെപ്സ് മിസ് ചെയ്യാണ്ട് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ബിക്കോസ് നിങ്ങൾ എഴുതുന്ന ഒരു സ്റ്റെപ്പ് മിസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സ്റ്റെപ്പിന് ചിലപ്പോൾ മാർക്ക് ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുടെ കയ്യിൽ ആ ഒരു സ്റ്റെപ്പ് ഇല്ലാത്ത കാരണം നമുക്ക് അവിടെ സൈഡിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മാർക്ക് ഇടാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. സൊല്യൂഷൻ അല്ലെങ്കിൽ കീ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരോ സ്റ്റെപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർക്ക് അവിടെ സ്പ്ലിറ്റ് അപ്പ് കാണിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ജോമെട്രി ചാപ്റ്റേഴ്സിലൊക്കെ ഇതേ രീതിയിൽ ഇതേ പ്രൊസീജിയറിൽ ഫോളോ ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ. ഓക്കെ, സോ കൺസ്ട്രക്ഷൻ എന്താണ്, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വി ആർ ഡ്രോയിങ് DM പെർപെൻഡിക്കുലർ. ഒരു സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, പെർപെൻഡിക്കുലർ ആണ്, ദാറ്റ് ഇസ് 90 ഡിഗ്രി. DM പെർപെൻഡിക്കുലർ ടു AC ആൻഡ് EN പെർപെൻഡിക്കുലർ ടു AB. അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ കൺസ്ട്രക്ഷൻ ആണ്. സിമിലർലി വി ആർ ജോയിനിങ് CD ആൻഡ് EB. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ഡോട്ടഡ് ലൈൻസ് എല്ലാം നമ്മളുടെ കൺസ്ട്രക്ഷൻ ആണ്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. എന്താണ് പ്രൂവ് ചെയ്യാനുള്ളത് എന്നുള്ളതും എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും എഴുതുന്നതിന് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ മാർക്ക് അലോട്ടഡ് ആണ്, അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ പ്രൂഫിലേക്ക് കടക്കുകയാണ് കേട്ടോ. പ്രൂഫിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു ധാരണ ഉണ്ടായിരിക്കണം. നമുക്ക് എന്താ വേണ്ടത്, AD ബൈ DB റേഷ്യോ LHSൽ വേണം, AE ബൈ ECയുടെ റേഷ്യോ RHSൽ വേണം അല്ലേ. അപ്പോൾ അത് മുൻകണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സ്റ്റെപ്സ് വെക്കാനായിട്ട്. അപ്പോൾ AD നമ്മൾക്ക് സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ എടുത്താൽ മാത്രമാണ് നമുക്ക് AD കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്, വി ആർ കൺസിഡറിങ് എ ട്രയാങ്കിൾ ഇൻ വിച്ച് AD ഇസ് എ പാർട്ട്. AD പാർട്ടായിട്ടുള്ള ഒരു ട്രയാങ്കിൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കൺസിഡർ ചെയ്യാൻ പോവാണ്. നോക്കി കഴിഞ്ഞാൽ അറിയാം ADE എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ നമുക്ക് എടുക്കാം അല്ലേ. സോ പ്രൂഫ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുക. പ്രൂഫ് ഞാൻ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കൺസിഡർ ട്രയാങ്കിൾ AD. അതേമാതിരി തന്നെ നിങ്ങൾ ഏത് ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യണേ എന്നുള്ളത് അവിടെ പ്രത്യേകം എഴുതണം. ബിക്കോസ് വാലുവേറ്റ് ചെയ്യുന്ന ടീച്ചർക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് അവിടെ സ്പെസിഫൈ ചെയ്താലേ ടീച്ചർക്ക് മനസ്സിലാവുള്ളൂ ഏത് ട്രയാങ്കിൾ ആണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പം നിങ്ങൾ എഴുതുന്ന എല്ലാ സ്റ്റെപ്പിനും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം.
ഓക്കെ, കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വി നോ ദാറ്റ് ഇവിടെ ഒരു ആൾട്ടിറ്റ്യൂഡ് ഉള്ളത് കാരണം തന്നെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആക്കി എഴുതാനായിട്ട് പറ്റും അല്ലെ. ബിക്കോസ് അവിടെ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ട്. ഇ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു 90 ഡിഗ്രി ഉണ്ട്, ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്. ദാറ്റ് ഈസ് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ബിക്കോസ് ഹൈറ്റ് ഇവിടെ മെൻഷൻഡ് ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് എന്താണ്? എ ഡി ഇയിലെ നമുക്ക് വേണ്ടത് എന്താണ്? എ ഡി ആണ്. സോ വി ആർ കൺസിഡറിങ് എ ഡി ആസ് ദ ബേസ്. എ ഡി നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്? ബേസ് ആയിട്ട് എടുക്കുകയാണ്. അതേമാതിരി തന്നെ ഇയിൽ നിന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ഏതാണ്? ഇ എൻ ആണ് അല്ലെ. അപ്പോൾ എ ഡി ഇയിൽ നിന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ഏതാണ്? ഇ എൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഇ എൻ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് എന്നുള്ള ഫോർമുല വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്തെടുക്കുന്നു. ബേസ് നമ്മൾ എ ഡി ആയിട്ട് എടുക്കുന്നു. ബിക്കോസ് നമുക്ക് റേഷ്യോ വേണ്ടതിൽ എ ഡി ആണ് ആവശ്യം. സോ ബേസ് നമ്മൾ എ ഡി ആയിട്ട് എടുത്തു. ആൾട്ടിറ്റ്യൂഡ് നമ്മൾ എന്തായിട്ട് എടുത്തു? ഇ എൻ ആയിട്ട് എടുത്തു. സോ ദിസ് ഇസ് മൈ ഇക്വേഷൻ 1. അപ്പോൾ എഴുതുമ്പോൾ എപ്പോഴും മാത്സിൽ ഇക്വേഷൻസ് സ്പെസിഫൈ ചെയ്ത് എടുക്കാൻ നോക്കുക. അതും മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ് ആണ് കേട്ടോ. ഈ ഇക്വേഷൻസ് മാർക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് ഇക്വേഷൻ 1 ഇംപ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചർക്ക് അപ്പം തന്നെ മനസ്സിലായി ഇതാണ് ഇക്വേഷൻ 1. അപ്പോൾ ഇക്വേഷൻ 1ലാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി നിങ്ങളുടെ പേപ്പറിൽ വരുത്തുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും വാലുവേറ്റ് ചെയ്യാനായാലും മാർക്ക് ഇടാനായാലും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? എ ഡി കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ഡി ബി ആണ് വേണ്ടത് അല്ലേ. അപ്പോൾ ഡി ബി ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ എടുത്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഫൈനലി ഒന്ന് നോക്കിയാൽ മതി കറക്റ്റ് ആണോ സ്റ്റെപ്സ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏരിയ ഓഫ് ഡി ബി വേണമെന്നുണ്ടെങ്കിൽ ഡി ബി പാർട്ടായിട്ട് വരുന്ന ട്രയാങ്കിൾ ദാറ്റ് ഇസ് ബി ഡി ഇ. ഓക്കെ, അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ ബി ഡി ഇ. ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ ഇസ് ഈക്വൽ ടു നമുക്ക് വേണ്ട സൈഡ് ഏതാണ്? ബി ഡി ആണ്. സോ വി ആർ ടേക്കിംഗ് ബി ഡി ആസ് ദ ബേസ്. ബേസ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ബി ഡി ആയിട്ട് എടുക്കുന്നു. വൺസ് അഗെയിൻ ഇയിൽ നിന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ഏതാണ്? എൻ ആണ്. സോ വി ആർ ടേക്കിംഗ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് ഇവിടെ എന്താണ്? ഇയിൽ നിന്ന് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ദാറ്റ് ഇസ് ഇ എൻ. ദിസ് ഇസ് അവർ ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി കേട്ടോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 ബിക്കോസ് നമുക്ക് ഇവിടെ റേഷ്യോ ആണ് വേണ്ടത്. റേഷ്യോ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 വെച്ച് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ഡിവിഷൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ ഡി ഇൻറ്റു ഇ എൻ ഡിവിഷൻ ഹാഫ് ഇൻറ്റു ബി ഡി ഇൻറ്റു ഇ എൻ. ഓക്കെ, ഇനി എന്താണ് ഇവിടെ കോമൺ ആയിട്ട് വരുന്നതൊക്കെ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്ത് കളയാം. ഹാഫ് ഇ എൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടിയ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ ബൈ ഏരിയ ഓഫ് ട്രയാങ്കിൾ ബി ഡി ഇ ഇസ് ഈക്വൽ ടു എ ഡി ബൈ ബി ഡി. എ ഡി ബൈ ബി ഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ വേണ്ടത്? എ ഇ ബൈ ഇ സി ആണ് വേണ്ടല്ലേ. സോ ഐ എം പുട്ടിങ് ദിസ് ആസ് ഇക്വേഷൻ എ. ഇക്വേഷൻ എ ആയിട്ട് ഇതിപ്പോൾ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആർ എച്ച് എസും കൂടെ സോൾവ് ചെയ്തെടുക്കാം. എ ഇ ബൈ ഇ സി ആണ് കേട്ടോ വേണ്ടത്. ഇപ്പം എ ഇ ബൈ ഇ സി ഉള്ള ട്രയാങ്കിൾസ് എടുക്കാം. എ ഇ സൈഡായിട്ട് വരുന്ന ട്രയാങ്കിൾ ഏതാണ്? വൺസ് അഗെയിൻ എ ഇ ഡി അല്ലെങ്കിൽ എ ഡി ഇ തന്നെ. ഓക്കെ, അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ. എ ഇ ബിക്കോസ് എ ഇ എന്തെങ്കിലും പാർട്ടായിട്ട് വരുന്നുണ്ട്, എ ഡി ഇയിലും പാർട്ടായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും എ ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ തന്നെ എടുക്കുകയാണ്. കൺസിഡർ ട്രയാങ്കിൾ എ ഡി ഇ. ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? എ ഡി അല്ല എ ഇ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണ്ട റേഷ്യോ ഇനി എന്താണ്? എ ഇ ബൈ ഇ സി ആണ്. സോ എ ഇ വേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ എന്താക്കി എടുത്തു? എ ഇ നമ്മൾ എന്തായിട്ട് എടുത്തു? ബേസ് ആയിട്ട് എടുത്തു. ആ ബേസിലേക്ക് വരയ്ക്കുന്ന ആൾട്ടിറ്റ്യൂഡ് ഏതാണ്? ഡി എം ആണ് അല്ലെ. എ ഇ എന്ന് പറഞ്ഞിട്ടുള്ള ബേസിലേക്ക് വരച്ചിട്ടുള്ള ആൾട്ടിറ്റ്യൂഡ് ഏതാണ്? ഡി എം ആണ്. സോ ഹാഫ് ഇൻറ്റു എ ഇ ഇൻറ്റു ഡി എം. ദിസ് ഇസ് മൈ ഇക്വേഷൻ 3. ഇനി എന്താണ് വേണ്ടത്? ഇ സി ആണ് വേണ്ടത് അല്ലേ. സോ ഇ സി വരുന്ന ട്രയാങ്കിൾ നമുക്ക് ഇനി എടുക്കാം. കൺസിഡർ ട്രയാങ്കിൾ ഡി ഇ സി.
ഓക്കെ, ഡി ഇ സി എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഡി ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ്. ബേസ് എന്താണ് നമുക്ക് ഇവിടെ വേണ്ടത്? ഇ സി ആണ്. ഇ സി ഇൻറ്റു എന്താണ്? വൺസ് അഗെയിൻ ഇ സി എന്ന് പറഞ്ഞിട്ടുള്ള ബേസിലേക്ക്, ഇ സി എന്ന് പറഞ്ഞിട്ടുള്ളത് എ സിയുടെ ഒരു പാർട്ടാണ്, അതിലേക്ക് വരച്ചിട്ടുള്ള ബേസ് ആൾട്ടിറ്റ്യൂഡ് ഏതാണ്? ഡി എം ആണ്. സോ ഇറ്റ് ഈസ് ഇൻറ്റു ഡി എം. ദിസ് ഈസ് അവർ ഇക്വേഷൻ 4. ഇനി നമുക്ക് എന്താ വേണ്ടത്? എ ഇ ബൈ ഇ സി ആണ് വേണ്ടത് അല്ലേ? എ ഇ ബൈ ഇ സി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റെപ്സ് മാറ്റിയാണ്. എ ഇ ബൈ ഇ സി കിട്ടണമെന്നുണ്ടെങ്കിൽ we have to divide equation 3 by equation 4. That is equation 3 divided by equation 4 ചെയ്തു കഴിഞ്ഞാൽ you will be getting area of triangle ADE division area of triangle DEC is equal to half into AE into DM by half into EC into DM. DM cancel ചെയ്തു, half cancel ചെയ്തു. We got area of triangle ADE by area of triangle DEC is equal to AE by EC. കിട്ടിയില്ലേ? നമുക്ക് ഇത് എന്താ കിട്ടി? AE by EC ആണ് കിട്ടി. This is equation B കേട്ടോ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ ബി. ഇനി നിങ്ങൾ നോക്കി നോക്കിയാൽ നമുക്ക് വേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ്? എ ഡി ബൈ ബി ഡി കിട്ടിയിട്ടുണ്ട്, എ ഇ ബൈ ഇ സി കിട്ടിയിട്ടുണ്ട്. അതായത് വി ഹാവ് ഗോട്ട് എ ആർ എച്ച് എസ്. ആർ എച്ച് എസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർ എച്ച് എസ് എൽ എച്ച് എസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസ് എന്താക്കണം? ഈക്വൽ ആക്കണം. അതായത് ഇതിന്റെ എൽ എച്ച് എസ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ രണ്ട് ടേംസും നമുക്ക് എന്താണെന്ന് എഴുതാൻ പറ്റും? ഈക്വൽ ആണെന്ന് എഴുതാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ഡി ഇ കുഴപ്പമില്ല, ന്യൂമറേറ്റർ സെയിം ആണ്, പക്ഷെ ഡിനോമിനേറ്റർ എന്താണ്? വ്യത്യാസമാണ് അല്ലെ? ഇവിടെ ബി ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിളും ഇവിടെ ഡി ഇ സി എന്ന് പറഞ്ഞിട്ടുള്ള ട്രയാങ്കിളും ആണ് കിടക്കുന്നത്. അപ്പൊ ഇത് ഇനി എങ്ങനെയായിരിക്കും അത് ഈക്വൽ ആയിരിക്കുന്നത്? നമുക്ക് നോക്കി നോക്കാം. ബി ഡി ഇ ഡി ഇ സി രണ്ടും ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഇതില് സെയിം വരുന്ന സൈഡ് ഏതാണ്? ഡി ഇ ആണ് അല്ലെ? അപ്പൊ ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ബേസില് ആണ് ഈ രണ്ട് ട്രയാങ്കിളും എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ഡി ഇ എന്ന് പറഞ്ഞിട്ടുള്ള കോമൺ ബേസിലും ഡി ഇ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പാരലൽസിനും ഇടയ്ക്കാണ് ആക്ച്വലി ഈ രണ്ട് ട്രയാങ്കിൾ എന്ത് ചെയ്യുന്നത്? കിടക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 9th ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. Triangles which are lying on the same base and in between the same parallels are equal in area. Okay, അവരുടെ ഏരിയ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ട്രയാങ്കിൾസിന് സെയിം ബേസും രണ്ട് പാരലലിന് ഇൻ ബിറ്റ്വീനും ആണ് എന്നുണ്ടെങ്കിൽ ആ രണ്ട് ട്രയാങ്കിളുടെ ഏരിയ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് റീസൺ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ വെറുതെ ഈ ഏരിയ രണ്ടെണ്ണം ഈക്വൽ ആണ്, റീസൺ ഒന്നും സ്പെസിഫൈ ചെയ്തില്ലെങ്കിൽ ആ റീസൺ എഴുതുന്നതിന് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ മാർക്ക് ഉണ്ട്, ആ മാർക്ക് നമുക്ക് കിട്ടില്ല. അപ്പൊ റീസൺ അടക്കം എഴുതണം, പ്രത്യേകിച്ച് ഈ ജോമെട്രി ചാപ്റ്റേഴ്സിൽ. Therefore we can write area of triangle BDE is equal to area of triangle DEC. Reason എന്താണ്? Triangles on the same base and in between the same parallel lines are equal in area. Area പ്രകാരം എന്താണ്? They will be equal. The triangles which are on the same base and between the common parallels are equal in area. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൽ എച്ച് എസ് രണ്ടിലും എന്താണ്? ഈക്വൽ ആണ് അല്ലെ? അപ്പൊ നമുക്ക് എഴുതാനായിട്ട് പറ്റും. കണ്ടോ, ഇക്വേഷൻസ് എഴുതുന്നതിന് ഒരു ഗുണം കണ്ടോ? നമുക്ക് ഇനിയിപ്പോ ഇക്വേഷൻ എ ഇക്വേഷൻ ബി എന്ന് എഴുതിയാൽ മതി. ഫ്രം ഇക്വേഷൻ എ ആൻഡ് ബി വി ഗെറ്റ് എന്താണ്? എൽ എച്ച് എസ് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആർ എച്ച് എസ് നമുക്ക് ഇനിയിപ്പോ എന്തൊക്കെ എഴുതാം? ഈക്വൽ ആണെന്ന് എഴുതാം. ദാറ്റ് ഈസ് എ ഡി ബൈ ഡി ബി ഇസ് ഈക്വൽ ടു എ ഇ ബൈ ഇ സി. ഹെൻസ് പ്രൂവ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ബി പി ടി എന്ന് പറഞ്ഞിട്ടുള്ള തിയറം. പലരും ഇത് ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഇത് പഠിക്കാത്തൊരു തിയറാണ്. ഒരു പേടിയും വേണ്ട. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ എടുക്കുക, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഫോർമുല യൂസ് ചെയ്യുക,
കോമൺ ആയിട്ടുള്ള ടേംസ് ക്യാൻസൽ ഔട്ട് ചെയ്ത് കളയാം. ഒരു റീസൺ അവിടെ രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്നുള്ളതിന്റെ റീസൺ എഴുതാം, റേഷ്യോസ് ഈക്വൽ ആണെന്ന് എഴുതാം. ഓക്കെ, ഒരു പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പിടികിട്ടിയില്ല എന്ന് വരും. ഒരു 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് കേട്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കിയാൽ എളുപ്പമുള്ളൊരു തിയറാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇനി നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സോ ഇത് എക്സസൈസിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ സബ്ഡിവിഷൻ ആണ് കേട്ടോ. ഇങ്ങനൊരു ട്രയാങ്കിൾ തന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഈസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേ സെയിം പാറ്റേണിൽ രണ്ടാമത്തെ സബ്ഡിവിഷൻ ഉണ്ട്, അത് നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കി നോക്കാം കേട്ടോ. അതേമാതിരി തന്നെ ഒരു കോൺവേഴ്സ് ഓഫ് ബി പി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ട്. കോൺവേഴ്സ് ഓഫ് ബി പി ടി എന്താണ്, നമ്മൾ ബി പി ടി എന്താ പഠിച്ചത്, ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ വിൽ ഡിവൈഡ്സ് ദ അതർ 2 sides ഇൻ ദ സെയിം റേഷ്യോ എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലൈൻ 2 സൈഡ്സിനെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ലൈൻ മറ്റേ സൈഡിനോട് എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. അവിടെ നിന്ന് ആ ബി പി ടിയിൽ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അതായിരിക്കും ഈ കോൺവേഴ്സിന്റെ അവസാനം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ലൈൻ എന്താണ്, പാരലൽ കണ്ടീഷൻ ആണ് നമ്മൾ ബി പി ടിയിൽ പറഞ്ഞത്. എന്നാൽ കോൺവേഴ്സിൽ എന്താണ്, ലാസ്റ്റ് കണ്ടീഷൻ ആയിരിക്കും പാരലൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ലൈൻ പാരലൽ ആണെങ്കിൽ സൈഡ്സ് എന്തായിരിക്കും, സെയിം റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുക. ഇവിടെ എന്താണ്, സെയിം റേഷ്യോയിലാണ് സൈഡ്സ് എന്നുണ്ടെങ്കിൽ ലൈൻ എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രൂഫും കാര്യങ്ങളും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് നമുക്ക് പ്രോബ്ലംസിൽ അപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതെവിടെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ളത് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആ ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അതിൽ പറയാനായിട്ട്, അതും കൂടെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കി നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, DE പാരലൽ ടു ബി സി ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, DE പാരലൽ ടു ബി സി ആണ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡയറക്ട്ലി അപ്ലൈ ബി പി ടി അല്ലെ. ബി പി ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് AD by DB is equal to AE by EC. ബിക്കോസ് പാരലൽ ലൈൻസ് ആണെന്നുണ്ടെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് സൈഡ്സ് എന്തായിരിക്കണം, സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ബൈ ബി പി ടി. ഓക്കെ, AD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1.5, DB എന്ന് പറഞ്ഞാൽ 3 ആണ്, AE it is 1, EC എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ വി ക്യാൻ റൈറ്റ് 1.5 into EC is equal to 3 എന്ന് എഴുതാം, ഓർ EC is equal to 3 divided by 1.5. 3 divided by 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 1.5 into 2 ആണ് എത്ര കിട്ടുന്നത്, 3 കിട്ടുന്നത്. സോ ഇത് കട്ടായി പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് 2 centimeter. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ആൻസർ വരുന്നുണ്ടാവുക. സിമിലർലി ഇതേ പാറ്റേണിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത്തെ സബ്ഡിവിഷൻ, അത് നിങ്ങൾ തന്നെ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ദിസ് ഇസ് അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ MCQന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ MCQന് ചോദിക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് റേഷ്യോസ് എടുക്കുക, അൺനോൺ സൈഡ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ആക്ച്വലി ഫിഗർ തന്നിട്ടില്ല. E and F are the points on the sides PQ and PR. ഓക്കെ, അപ്പോൾ PQR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രയാങ്കിളിൽ ഇയും എഫും, E എന്ന് പറഞ്ഞിട്ടുള്ളത് PQ എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിലും F എന്ന് പറഞ്ഞിട്ടുള്ളത് PR എന്ന് പറഞ്ഞിട്ടുള്ള സൈഡിലും രണ്ട് പോയിന്റ്സ് ആണ്. ആൻഡ് നമുക്ക് ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് EF പാരലൽ ടു QR ആണോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. ഇപ്പോൾ പാരലൽ കണ്ടീഷൻ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് യൂസ് കോൺവേഴ്സ് ഓഫ് ബി പി ടി. എന്താണ്, സൈഡ്സ് റേഷ്യോ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ പാരലൽ ആയിരിക്കും, ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ പാരലൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്, കോൺവേഴ്സ് ഓഫ് ബി പി ടി വെച്ചിട്ടാണ് നമ്മളിവിടെ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. നമുക്ക് നോക്കി നോക്കാം. PE by EQ എത്രയാണ്, ഇറ്റ് ഈസ് 3.9 ഡിവിഷൻ 3. അത് എത്രയാണ്, ഇറ്റ് ഈസ് 1.3 സെന്റിമീറ്റർ അല്ലേ. സോറി, റേഷ്യോ എടുക്കുമ്പോൾ യൂണിറ്റ് വരില്ല കേട്ടോ, സെയിം യൂണിറ്റ് ആണ്. അപ്പോൾ 1.3 ആണ്. 3.9 ഡിവിഷൻ 3 1.3 ആണ്. നെക്സ്റ്റ് PF by FR എടുത്ത് നോക്കി നോക്കാം. ദാറ്റ് ഇസ് 3.6 ഡിവിഷൻ 2.4. ഇനി സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ എത്രയാണ് വരുന്നുണ്ടാവുക, 1.8 ഡിവിഷൻ 1.2. വൺസ് അഗെയിൻ നമ്മൾ ചെയ്യുമ്പോൾ 0.9 ഡിവിഷൻ 0.6. വൺസ് അഗെയിൻ ഇറ്റ് ഇസ് 0.3 ഡിവിഷൻ 0.2 ഓർ 3/2 ആണ്. ഓക്കെ,
ഇതാണ് നമുക്ക് എന്ത് വരുന്നുണ്ടാവുക, വാല്യൂസ് വരുന്നത്. 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? ഇറ്റ് ഇസ് 1.5. 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ആണ്. ഇവിടെ PE/EQവും PF/FRും ഈക്വൽ ആണോ? അല്ല. ഒന്ന് 1.3യും ഒന്ന് എന്താ കിട്ടിയത് നമുക്ക്? 1.5 ആണ് കിട്ടിയത്. Therefore PE/EQ not equal to PF/FR, which implies EF is not പാരലൽ ടു QR. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. തന്നിട്ടുള്ള റേഷ്യോസ് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. റേഷ്യോസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ പാരലൽ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എന്തല്ല, പാരലൽ അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യണം. നെക്സ്റ്റ് വീക്ക് നമുക്ക് മാത്സ് എക്സാമായി നന്നായി പഠിക്കാം കേട്ടോ. ഓക്കെ.